ഇ-കൊമേഴ്സിൽ മെറ്റാ ആഡ്സിൽ സ്പെൻഡ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടോ. ഞാൻ പറയുന്നത് പ്രത്യേകിച്ചും പുതുതായിട്ട് ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് എൻ്റെ DM-ൽ ഈ വീക്കിൽ വന്ന ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു, ഇ-കൊമേഴ്സ് ബിസിനസ് ആണ്, സെയിൽസ് ഇല്ല, മെറ്റാ ആഡ്സിൽ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നത്. അപ്പോൾ ഞാൻ കരുതി ഈ അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്കാണ്, അതായത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ്. ഞാൻ നോക്കിയ ഏകദേശം 3 അക്കൗണ്ടിലും അവരുടെ ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ടിലെ കോണ്ടന്റ്സ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കോണ്ടന്റുകളാണ്. അതായത് കുറച്ച് പോസ്റ്ററുകളോ എന്തോ 2-3 വീഡിയോസോ. പലരുടെയും ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സ് ഗ്രോത്ത് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ബേസ് എന്ന് പറയുന്നത് 10, 20, 30, 100, 150 ഇത്രയൊക്കെ ഉള്ളൂ. കൃത്യമായിട്ടുള്ളൊരു കോണ്ടന്റ് സ്ട്രാറ്റജി ഇല്ല അവർക്ക്. എന്നോട് ഒരു ബ്രോ ചോദിച്ചു, അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് ഒന്ന് മാറ്റി നോക്കട്ടെ, ചിലപ്പോൾ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമായിരിക്കും. പ്രൊഡക്റ്റ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, മാർക്കറ്റിൽ അതിന് ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രോ പ്രൊഡക്റ്റ് മാറ്റിയതുകൊണ്ടൊന്നും വലിയ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ പിന്നെ ചോദിച്ചത് കുറച്ച് ഫോളോവേഴ്സിനെ ബൈ ചെയ്താലോ എന്നാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, പലരും ഈ ഒരു ഡൗട്ട് ചോദിച്ചു വരുന്നുണ്ട്. നമ്മളൊരു കസ്റ്റമറുടെ ഒരു സൈഡിൽ നിന്ന് നോക്കണം. നമ്മളൊരു പ്രൊഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നത്? നിങ്ങൾ ഉദാഹരണത്തിന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവസാനമായിട്ടൊരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ബൈ ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ആ പ്രൊഡക്റ്റ് കണ്ട ഉടനെ തന്നെ അപ്പം തന്നെ ബൈ നൗ പേയ്മെൻറ്റ് കൊടുത്ത് കാർട്ടിലോട്ട് ഇട്ടിട്ട് ഡെലിവറി അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തോ? അത് നിങ്ങൾ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയിട്ട് അവരുടെ റീൽസൊക്കെ കണ്ടോ, അവരുടെ ആരൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഇതിൻ്റെ കമൻസ് ഉണ്ടോ, എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു? ഒരു 80% ആളുകളെങ്കിലും ഇത് നോക്കിയിട്ടുണ്ടാവും. അല്ലാതെ ഒരാളും ഒരു 1000 രൂപ 2000 രൂപ ഇനിയിപ്പോൾ വേണ്ട 500 രൂപയ്ക്ക് മുകളിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ ഒരു സ്വാഭാവികമായിട്ട് ഒരു ഇന്ത്യൻ എക്കണോമിയിലുള്ള ഒരു ഭൂരിപക്ഷം ആളുകളും ഇത് നോക്കും. അല്ലാതെ അത്രയും വലിയ വലിയ പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്ന അല്ലെങ്കിൽ പ്രീമിയം അല്ലെങ്കിൽ ലക്ഷറി പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്ന ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ചെറിയ പ്രശ്നത്തിന് സെയിൽസിന്റെ പ്രശ്നം അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളെ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ജനങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ അവർ നോക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരാളുടെ സൈഡിൽ അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കുക, ഒരു പ്രൊഡക്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നുള്ളത്. അപ്പോൾ അത് നമ്മളൊരു മാസമായിട്ടുള്ള ഓഡിയൻസിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ നോക്കണം. കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലാണ്? ബ്രാൻഡിനെ ബിൽഡ് ചെയ്യാൻ നോക്കുമെന്ന്. അതായത് ബ്രാൻഡിങ് ക്യാമ്പയിൻസ് ചെയ്യണം നമ്മൾ, അതായത് അവയർനെസ് ക്യാമ്പയിൻസ് ചെയ്യണം. എപ്പോഴും ലീഡ് ക്യാമ്പയിൻസ് അല്ല. നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ പോയിട്ട് സെയിൽസ് ക്യാമ്പയിൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കരുത് ഒരു 1 ലക്ഷം രൂപയുടെ സെയിൽസ് നമുക്ക് വരും, ഒരു 5000 രൂപ 6000 രൂപ 20000 രൂപ സ്പെൻഡ് ചെയ്തിട്ട് അത്രയും സെയിൽസ് വരും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കരുത്. സെയിൽസ് കിട്ടിയ ആളുകളുണ്ടാവും, പക്ഷേ ഞാൻ കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ബ്രാൻഡിങ് ക്യാമ്പയിൻസിൽ കുറച്ചെങ്കിലും ഫോക്കസ് ചെയ്യുക. ഇനീഷ്യൽ മന്ത്സിൽ എൻ്റെ ബഡ്ജറ്റ് കൊണ്ടുപോയിട്ട് ലീഡ് ക്യാമ്പയിനിൽ ഇട്ടിട്ട് അത് അവിടെ വേസ്റ്റ് ആക്കി കളയുന്നതിന് പകരം കുറച്ചെങ്കിലും ബ്രാൻഡിങ് അവയർനെസ്, എൻഗേജ്മെന്റ്, കൺസിഡറേഷന് ഇതിനൊക്കെ വേണ്ടിയിട്ടെങ്കിലും സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് മാത്രം സെയിൽസ് ക്യാമ്പയിനിലോട്ട് കൂടുതൽ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തു. ഇ-കൊമേഴ്സ് ബിസിനസ് റൺ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട.